ഹായ്, എൻ്റെ പേര് പാർവതി. ഞാൻ ദുബായിൽ എക്സ്ക്ലൂസീവ് ലീഗൽ ആൻഡ് ബിസിനസ് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുകയാണ്. ഐ എം ഓൾസോ ക്വാളിഫൈഡ് ലോയർ ഫ്രം ഇന്ത്യ. ഞാൻ ഇന്നിവിടെ ആർബിട്രറി ടെർമിനേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് അണ്ടർ UAE ലേബർ ലോ എന്ന് പറയുന്ന ടോപ്പിക്കിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ ടോപ്പിക് എടുക്കാനുള്ള കാരണം തീർച്ചയായിട്ടും അതിന്റെ റെലവൻസ് തന്നെയാണ്. എന്താണ് ആർബിട്രറി ടെർമിനേഷൻ? നിങ്ങളുടെ എംപ്ലോയ്മെന്റ് വർക്ക് റിലേറ്റഡ് അല്ലാത്ത ഒരു കാരണത്താൽ ടെർമിനേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ അത് ആർബിട്രറി ടെർമിനേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത് UAE ലേബർ ലോ പ്രകാരം. അതായത് നിങ്ങളുടെ എംപ്ലോയർ അല്ലെങ്കിൽ എംപ്ലോയറുടെ കമ്പനിക്കെതിരെ ഒരു കേസോ അല്ലെങ്കിൽ ഒരു കംപ്ലൈന്റ് ഇൻ ഫ്രണ്ട് ഓഫ് എ കമ്പീറ്റന്റ് അതോറിറ്റി നിങ്ങൾ ഫയൽ ചെയ്തിരിക്കുന്ന സാഹചര്യത്തിൽ അതിന്റെ വിധി നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരികയും അതിനോടനുബന്ധിച്ച് നിങ്ങളുടെ എംപ്ലോയർ നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ആർബിട്രറി ടെർമിനേഷൻ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. മറിച്ച് നിങ്ങളുടെ എംപ്ലോയറിന്റെ കമ്പനി ഇസ് ഇൻ എ ബാഡ് ഫിനാൻഷ്യൽ സിറ്റുവേഷൻ, അഥവാ നിങ്ങൾക്ക് ഒരു പുവർ വർക്ക് പെർഫോമൻസിന്റെ വാർണിംഗ് സെർവ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അതുമല്ല നിങ്ങളെ ഒരു പ്രോജക്റ്റിന്റെ പേരിലാണ് ഹയർ ചെയ്തിരുന്നത്, ആ പ്രോജക്റ്റ് അവസാനിച്ചു ആൻഡ് നിങ്ങളുടെ ആ ജോബ് റിക്വയർമെന്റ് ഇപ്പോൾ നിലവിൽ കമ്പനിയിലില്ല എന്നുള്ള സാഹചര്യങ്ങളിൽ നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ആർബിട്രറി ടെർമിനേഷൻ അല്ല. ആർബിട്രറി ടെർമിനേഷൻ ആകണമെങ്കിൽ അത് വർക്കായിട്ട് റിലേറ്റഡ് അല്ലാത്ത ഒരു കാരണമായിരിക്കണം. അത് മാത്രമല്ല, ഫോർ എക്സാമ്പിൾ ഇപ്പൊ വർക്ക് പെർഫോമൻസ് പുവർ ആണെന്ന് പറഞ്ഞ് നിങ്ങൾക്കൊരു വാർണിംഗ് സെർവ് ചെയ്തു, പക്ഷെ നിങ്ങൾക്ക് അതിനോട് എതിർപ്പുണ്ട്, പിന്നീട് അതിന്റെ പുറത്ത് നിങ്ങളെ ടെർമിനേറ്റ് ചെയ്യുകയാണ്. അതിനുശേഷം നിങ്ങൾക്ക് അത് ആർബിട്രറി ടെർമിനേഷൻ ആണെന്ന് സ്ഥാപിച്ചെടുക്കാൻ പറ്റില്ല. വാർണിംഗ് സെർവ് ചെയ്ത ആ സമയത്ത് നിങ്ങൾ അതിനെ ചലഞ്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ആർബിട്രറി ടെർമിനേഷൻ എന്ന് നിങ്ങൾ പറയുന്ന ചലഞ്ച് ചിലപ്പോൾ കോർട്ടിൽ നിലനിൽക്കണം എന്നില്ല. സോ തീർച്ചയായിട്ടും അത് ആർബിട്രറി ടെർമിനേഷൻ ആണ് എന്ന് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഒരു എംപ്ലോയിക്ക് ആർട്ടിക്കിൾ 123 ഓഫ് UAE ലേബർ ലോ പ്രകാരം നിങ്ങൾക്ക് കോമ്പൻസേഷൻ എംപ്ലോയറിൽ നിന്ന് സീക്ക് ചെയ്യാവുന്നതാണ്. കോമ്പൻസേഷൻ ഇവിടെ പറയുമ്പോൾ അപ് ടു 3 months ഓഫ് യുവർ ബേസിക് സാലറി ആണ് കോർട്ട് നോർമലി ഈ ഒരു ആർബിട്രറി ടെർമിനേഷൻ കേസസിൽ അവാർഡ് ചെയ്യാറ്. പക്ഷെ അത് തീർച്ചയായിട്ടും കോർട്ടിന്റെ ഡിസ്ക്രിപ്ഷൻ തന്നെയാണ്. പല ക്രൈറ്റീരിയൻ, ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ടൈപ്പ് ഓഫ് കോൺട്രാക്ട്, അത് ലിമിറ്റഡ് ആകാം, അൺലിമിറ്റഡ് ആകാം. അത് ഞാൻ മറ്റൊരു അവസരത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കാം കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട്. പക്ഷെ ഇവിടെ പറഞ്ഞ പോലെ കോർട്ടിന്റെ ഡിസ്ക്രിപ്ഷൻ ആണ്. നിങ്ങളുടെ ടൈപ്പ് ഓഫ് കോൺട്രാക്ട്, നിങ്ങളുടെ ടേം ഓഫ് എംപ്ലോയ്മെന്റ് ഇൻ ദ കമ്പനി, ഇതേപോലത്തെ കാരണങ്ങൾ കണക്കിലെടുത്തിട്ടായിരിക്കാം ഈ ഒരു കോമ്പൻസേഷൻ ഫൈനലി അവാർഡ് ചെയ്യുന്നത്. അറ്റ് ദ സെയിം ടൈം ഇങ്ങനെ ഒരു കോമ്പൻസേഷൻ മാത്രമല്ല ഒരു എംപ്ലോയി എൻടൈറ്റിൽഡ് ആയിരിക്കുന്നത്. ദ എംപ്ലോയി കൻ ഓൾസോ ക്ലെയിം ഫോർ ഹിസ് ഗ്രാറ്റുവിറ്റി ആസ് വെൽ ആസ് അക്രൂഡ് ആയിട്ടുള്ള ആനുവൽ ലീവ്, അങ്ങനെ ടിക്കറ്റ്സ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും എംപ്ലോയി റൈറ്റ്ഫുൾ ആയിട്ട് ക്ലെയിം ചെയ്യാൻ അർഹനാണ്. സോ ആർബിട്രറി ടെർമിനേഷൻ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു കോമ്പൻസേഷനും ഇല്ലാതെ കൈവീശി ഇറങ്ങി പോരേണ്ട ഒരു ആവശ്യമില്ല കമ്പനിയിൽ നിന്ന്. നിങ്ങൾക്ക് റൈറ്റ്ഫുൾ ആയിട്ട് നിങ്ങൾ എൻടൈറ്റിൽഡ് ആയിട്ടുള്ള നിങ്ങളുടെ ബെനിഫിറ്റ്സും നിങ്ങളുടെ കോമ്പൻസേഷനും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിച്ചു വാങ്ങാവുന്നതാണ്, ടു ദി എക്സ്റ്റെന്റ് ദാറ്റ് യു ആർ ഏബിൾ ടു പ്രൂവ് ദാറ്റ് ദ ടെർമിനേഷൻ വാസ് ആർബിട്രറി. ഐ ഹോപ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന്. ആർബിട്രറി ടെർമിനേഷനെ കുറിച്ച് നിങ്ങൾക്ക് ഉണ്ടായിരുന്ന കൺസേൺസ് എനിക്ക് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ക്ലാരിഫൈ ചെയ്യാൻ പറ്റിയെന്നും ഞാൻ വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്.